ഒരു ഗ്രീൻ ആംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മണി പ്ലാന്റ് ഇൻഡോർ ഡെക്കറേറ്റ് ആയിട്ട് വെക്കുമ്പോൾ 3-4 വർഷം കൂടുമ്പോഴെങ്കിലും അതിനെ റീപ്ലാന്റേഷൻ ചെയ്തേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പഴയ വീഡിയോ കണ്ട പോലെ അസ്ഥികൂടം പോലെ ഇലകളില്ലാതിരിക്കും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി പഴയൊരു ഓൾഡ് ബ്രൂം സ്റ്റിക്കും കരിപ്പെട്ടി കയറുമാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും കൊണ്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ബ്രൂം സ്റ്റിക്കിനെ ഒരു വാക്കത്തി ഉപയോഗിച്ച് കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം അതിനെ നല്ലോണക്ക് ജോയിൻ ചെയ്യുക. ഈ കരിപ്പെട്ടി കയറ് കെട്ടിയതിന് ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റിക്കിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി. കണ്ടോ? അപ്പം വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ സാധിക്കും. ഈ റഫായിട്ടുള്ള പ്രതലം മണി പ്ലാന്റിന് മേളിലോട്ട് പടർന്ന് കയറാനുള്ള നല്ലൊരു സപ്പോർട്ട് കിട്ടും. ഈ ചുറ്റിൽ അടുത്ത് വരാൻ വേണ്ടി താഴോട്ട് പയ്യെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് വന്നോളും. പിന്നെ എൻഡിൽ ഇങ്ങനെ അതിനെ കെട്ടി വെച്ചാൽ മതി. കുറച്ച് സ്ഥലം നമ്മൾ ചുറ്റേണ്ട ആവശ്യമില്ല. അത് മണ്ണിനടിയിലോട്ട് പോകുന്നതായിട്ട്. ഇവിടെ നമുക്ക് വേണേൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. ഇനി ബ്രൂം സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമുക്ക് തടി കഷ്ണമാണേലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ രണ്ടും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ പോട്ടിനകത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ കല്ലിട്ടാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. കണ്ടോ? നല്ലോണം കുറച്ചിരിപ്പുണ്ട്. ഇനി നമുക്ക് മണ്ണിട്ട് മണി പ്ലാന്റുകളെ നടാം. ഇലകളില്ലായിരുന്ന പഴയ പ്ലാന്റിൽ നിന്ന് തണ്ട് മുറിച്ച് ഞാൻ വെള്ളത്തിലൊഴിച്ച് ഉണ്ടാക്കിയെടുത്ത തൈകളാണ് ഇവയെല്ലാം. ഇനി ഇവനെ ഓരോന്നിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നട്ടുവെക്കാം. ഇവിടെ ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് ഞാൻ ഇതിനെ വെളിയിലാണ് ഗാർഡനിൽ വെച്ചേക്കുകയാണ്, സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട്. തന്നെയുമല്ല കൂടുതൽ വളർച്ചയും കിട്ടും. ഇനി ഇതിൻ്റെ തണ്ടുകൾ മേളിലോട്ട് കയറിപ്പോകാൻ എളുപ്പത്തിന് നമുക്കിങ്ങനെ ഫിക്സ് ആക്കി വെക്കാം. ഇങ്ങനെ ചെറിയ മുടിയിൽ വെക്കുന്ന ക്ലിപ്പുകളുണ്ട്. ആ ക്ലിപ്പ് വെച്ച് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ? ഇപ്പം നമ്മുടെ മണി പ്ലാന്റിൻ്റെ പുതിയ പോട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കണ്ടോ? നല്ല രസമല്ലേ? ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്യുന്നതിന് ഞാൻ ഡ്രൈ ആയിട്ടുള്ള മൂസാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താ ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ടോ?